ക്ലീമിയസ് തിരുമേനി ഒരു ബിഷപ്പുള്ള ആ സമയത്താണ് ഉള്ള കോൺസ്റ്റിറ്റ്യൂഷനാണ്. ആ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു തിരുമേനി ഉള്ളപ്പോഴത്തെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് മുഴുവൻ. എന്നാൽ ഇവരെ പെട്ടെന്നായിട്ട് വന്നു കഴിഞ്ഞ് ഇവരെ മേഖലകളാക്കി തിരിച്ചപ്പോൾ അത് ചേർക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം 2013 ആരംഭിച്ചു. അത് ഏറെക്കുറെ 2013 ഭരണഘടനാ ഭേദഗതി ചെയ്ത് ഇവരെ കൂടെ ഉൾപ്പെടുത്തി ഭേദഗതി ചെയ്തു. ആ ഭേദഗതി അഭിനന്ദ സമുദായ മെത്രാപ്പോലീത്ത ആ ഭേദഗതികൾ അംഗീകരിച്ച് ജ്ഞാനായ സമുദായത്തിൽ നടപ്പിലാക്കി. അദ്ദേഹത്തിന്റെ കൽപ്പനയിലൂടെ ആ ഭേദഗതികൾ അദ്ദേഹം നടപ്പിലാക്കി. ആ ഭേദഗതി അനുസരിച്ച് ഒരു വർഷക്കാലം വളരെ സ്മൂത്തായിട്ട് കാര്യങ്ങൾ പോയി. വൈദികരുടെ സ്ഥലം മാറ്റം, ജ്ഞാനായ അസോസിയേഷൻ യോഗത്തിലേക്കുള്ള നോമിനേഷൻ ഉൾപ്പെടെ എല്ലാം സ്മൂത്തായിട്ട് പോയി. പക്ഷെ നിർഭാഗ്യവശാൽ ഒരു വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ആ കൽപ്പന പിൻവലിച്ച്, ഒരു കേസ് ഉണ്ടായി എന്ന് പറഞ്ഞ ആ കൽപ്പന പിൻവലിച്ച് വീണ്ടും പഴയതുപോലെ ഒരു മെത്രാപ്പോലീത്ത ഉള്ള ആ സമയത്തെ ഭരണഘടനയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അന്ന് മുതൽ ജ്ഞാനായ സമുദായത്തിൽ ഒരുപാട് അസ്വാരസ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ബിഷപ്പുമാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ മേഖലകളും കേന്ദ്രവും തമ്മിലുള്ള ബന്ധം എന്താണ്? 4 കാര്യങ്ങളെ ഇവരെ സംബന്ധിച്ചുള്ളൂ. ഒന്ന്, പട്ടം കൊടുക്കുക, പള്ളി കുദാശ ചെയ്യുക, അസോസിയേഷനിലോട്ടുള്ള നോമിനേഷൻ, പിന്നെ വൈദികരുടെ സ്ഥലം മാറ്റം. ഈ 4 കാര്യങ്ങളാണ് പ്രധാനം. ആ 4 കാര്യത്തിലും പലപ്പോഴും അഭിപ്രായ വ്യത്യാസങ്ങൾ യോജിക്കാൻ കഴിയാതെ വന്ന സാഹചര്യം ഉണ്ടായി. ആ സാഹചര്യം ഉണ്ടായി കഴിഞ്ഞപ്പോ പരിശുദ്ധ പാത്രിയർക്കീസ് ബാവ, ഇതിനു മുമ്പിരുന്ന സാക്കാ പ്രഥമൻ ബാവ, ഇവരെല്ലാരെയും വിളിച്ച് സിറിയയിൽ വെച്ച് അനുരഞ്ജന ചർച്ച നടത്തി. ആ അനുരഞ്ജന ചർച്ചയുടെ വെളിച്ചത്തിൽ ഒരു എഗ്രിമെന്റ് ഉണ്ടായി. ആ എഗ്രിമെന്റുമായി തിരിച്ച് നാട്ടിലെത്തി കഴിഞ്ഞപ്പോൾ നിർഭാഗ്യവശാൽ സമുദായ മെത്രാപ്പോലീത്ത അതിൽ നിന്ന് പുറംതിരിഞ്ഞ് അത് അസോസിയേഷൻ വെച്ച് തള്ളിക്കളഞ്ഞു. പരിശുദ്ധ പാത്രികീസ്മാരുടെ കൽപ്പന അസോസിയേഷൻ വെക്കാൻ പാടില്ല. പക്ഷെ തിരുമേനി പറഞ്ഞു ഞാനത് വെച്ച് ഞങ്ങൾക്ക് റെഗുലറൈസ് ചെയ്യണമെന്നും പറഞ്ഞാണ് വെച്ചത്. അത് തള്ളിപ്പോയി. അത് കഴിഞ്ഞ് വീണ്ടും ഇദ്ദേഹം വന്നതിന് ശേഷം, ഇപ്പോഴത്തെ ബാവ വന്നതിന് ശേഷം വീണ്ടും നിരവധി ചർച്ചകൾ നടന്നു. അത് ലെബനനിൽ വെച്ച് ചർച്ച നടന്നു, കുവൈറ്റിൽ വെച്ച് ചർച്ച നടന്നു. ഇതിലെല്ലാം തീരുമാനങ്ങൾ അവിടെ പറയുമ്പോൾ എല്ലാം സമ്മതിക്കും. പക്ഷെ തിരിച്ചിവിടെ വരുമ്പോൾ സമുദായ മെത്രാപ്പോലീത്ത അതിനോടെല്ലാം പുറംതിരിഞ്ഞു നിൽക്കും. അത് കമ്മ്യൂണിറ്റിയെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. ഈ കമ്മ്യൂണിറ്റിക്ക് നേതൃത്വം നൽകുന്ന അദ്ദേഹമാണ്. അദ്ദേഹത്തിന്റെ നിലപാടുകളും സ്റ്റാൻഡുകളുമാണ് കമ്മ്യൂണിറ്റിയുടെ വളർച്ചയ്ക്ക് പ്രധാനമായിട്ട് ഉണ്ടാകേണ്ടത്. പക്ഷെ നിർഭാഗ്യവശാൽ അദ്ദേഹം ഇങ്ങനെ ഇതുകൊണ്ട് കമ്മ്യൂണിറ്റിയുടെ യൂണിറ്റി, അതിന്റെ വളർച്ചയെല്ലാം വളരെ മന്ദീഭവിക്കുകയും ഒക്കെ ചെയ്തു. അപ്പൊ ആവർത്തിച്ചുള്ള നിരവധി ബാവയുടെ കൽപ്പനകളുടെ തിരസ്കാരം ഉണ്ടായി. ഏറ്റവും ഒടുവിൽ മെത്രാപ്പോലീത്തന്മാർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം തീർക്കുന്നതിന് പരിശുദ്ധ സിംഹാസനത്തിൽ നിന്ന് ഒരു 15 നിർദ്ദേശം കൊടുത്തു. നിങ്ങൾ ഈ 15 നിർദ്ദേശം, ഒരു ഭരണഘടനാ കേസുണ്ട്, ആ കേസ് വരുന്നത് വരെ, വിധി വരുന്നത് വരെ നിങ്ങൾ തൽക്കാലം ഒരു സമാധാനത്തിന് വേണ്ടി നിങ്ങൾ പാലിക്കണമെന്ന് പറഞ്ഞ് ബിഷപ്സിന് മാത്രം, സഭയുടെ ആഭ്യന്തര പ്രശ്നത്തിലൊന്നും ബാവ ഇടപെട്ടിട്ടില്ല. അദ്ദേഹം പട്ടം കൊടുത്ത അദ്ദേഹത്തിന്റെ ആത്മീയ ശ്രേണിയിലുള്ള 4 മെത്രാച്ചന്മാരും ഇപ്രകാരം പാലിക്കണം എന്ന് പറഞ്ഞ് 15 നിർദ്ദേശം നൽകി. അതിൽ ഒരു കോഡ് ഓഫ് കോണ്ടാക്ട്, അതിൽ കാര്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾ പരസ്പരം ബഹുമാനിക്കണമെന്നും പറഞ്ഞാണ് തുടങ്ങിയിരിക്കുന്നത്. താഴോട്ട് വൈദികരുടെ ട്രാൻസ്ഫർ എങ്ങനെയായിരിക്കണം, അതുപോലെ തന്നെ പട്ടം കൊടുക്കുന്നത് എങ്ങനെയായിരിക്കണം, പള്ളി കുദാശ ചെയ്യുന്നത് എങ്ങനെയായിരിക്കണം, കൂടിയാലോചിച്ചൊക്കെ ചെയ്യണം എന്നുള്ള 15 നിർദ്ദേശം. പക്ഷെ നിർഭാഗ്യവശാൽ ആ 15 നിർദ്ദേശം വന്നപ്പോൾ തന്നെ അഭിനന്ദ സേവറസ് തിരുമേനിയുടെ ബിനാമികളെ കൊണ്ട് ബാവയുടെ ആ 15 നിർദ്ദേശങ്ങള് സ്റ്റേ വാങ്ങിച്ചു. അതിനെതിരെ കേസുകളായി. അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ ഇവരിത് പാലിക്കാൻ ബാധ്യസ്ഥരായതുകൊണ്ട് ഇവരെല്ലാം അതനുസരിച്ച് പോയി. നിർഭാഗ്യവശാൽ സേവറസ് നിരവധി തവണ ആ 15 നിർദ്ദേശങ്ങൾക്ക് പുറംതിരിഞ്ഞു നിന്ന് ഒരുപാട് വയലേഷൻസ് നടന്നു. ഏറ്റവും ഒടുവിൽ ഒരു വൈദികനെ റാന്നി മേഖലയിൽ ബാവ പറഞ്ഞതിന് വിരുദ്ധമായിട്ട് അവിടെ നിയമിച്ചപ്പോ അവന്ന് ഈവാനസിമ്മനി ബാവയ്ക്ക് എഴുതി, ഇന്ന സിറ്റുവേഷൻ ആണ്, ഇങ്ങനെയാണ് ഇതിന്റെ എന്ന് പറഞ്ഞ് എഴുതി. അതും അതിനു മുമ്പുള്ള നിരവധി വയലേഷൻസ് കണക്കെടുത്ത് ബാവ അദ്ദേഹത്തിന് പരിശുദ്ധ സിംഹാസനത്തിൽ നിന്ന് അനുവദിച്ച് നൽകിയിരുന്ന 2 ഡെക്കറേഷൻസ് തിരിച്ചെടുത്തു 2020. അതായത് വലിയ മെത്രാപ്പോലീത്ത സ്ഥാനം, ആർച്ച് ബിഷപ്പ് സ്ഥാനം. ഇത് രണ്ടും ഇദ്ദേഹത്തിന് നൽകിയിരുന്ന ഡെക്കറേഷൻസ് ആണ്. അപ്പൊ അതൊരു താക്കീതിന്റെ ഭാഗമായി അത് രണ്ടും അദ്ദേഹം പിൻവലിച്ചു. വീണ്ടും ഇതുപോലെയുള്ള അനുസരണക്കേടുകൾ, തുടർച്ചയായി വയലേഷൻസ് ഓഫ് ഡയറക്ഷൻസ്, പരിശുദ്ധ പാത്രിയർക്കീസ് ബാവയുടെ കൽപ്പനയ്ക്ക് വിരുദ്ധമായ പ്രവർത്തനങ്ങൾ ഓരോ ദിവസവും ചെയ്തുകൊണ്ടേയിരുന്നു.
ഇപ്പോൾ പ്രത്യേകമായിട്ടുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് ഈ 21-ാം തീയതി ജ്ഞാനായ സമുദായത്തിന്റെ ഒരു ഭരണഘടനാ ഭേദഗതിക്കുള്ള ഒരു അസോസിയേഷൻ കൂടുകയാണ്. ആ അസോസിയേഷൻ കൂടുന്നത് ഒരു വിശേഷാൽ യോഗം കൂടണമെന്നാണ്. ഭരണഘടന ഭേദഗതി ചെയ്യണമെങ്കിൽ ഈ ഭരണഘടനയ്ക്കകത്ത് പറയുന്ന ഒരു വിശേഷാൽ യോഗം വേണം. ആ വിശേഷാൽ യോഗം കൂടണമെങ്കിൽ മെത്രാപ്പൊലീത്തയുടെ അനുവാദം വേണം. മെത്രാപ്പൊലീത്തയുടെ അനുവാദത്തോടുകൂടി ഒരു വിശേഷാൽ യോഗം ഈ വരുന്ന 21-ാം തീയതി അവർ വിളിച്ചിരിക്കുക. 21-ാം തീയതി വിളിച്ചിരിക്കുന്ന അതിനകത്ത് അവതരിപ്പിച്ചിരിക്കുന്ന ഭേദഗതികൾ ജ്ഞാനായ സമുദായത്തിന്റെ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസിനെ തകർക്കുന്ന രീതിയിലുള്ള ഭേദഗതികളാണ് അവിടെ അവതരിപ്പിച്ച് തിരുത്താനായിട്ട് ഇവർ ശ്രമിച്ചത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രാരംഭത്തിൽ ഇതിന്റെ പ്രഖ്യാപനം പറയുന്നുണ്ട്. ഇതിന്റെ പ്രഖ്യാപനത്തിൽ പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിന് മേലധികാരമുണ്ട്. അതുപോലെ തന്നെ അധ്യായം 2-ൽ പറയുന്നത് പരിശുദ്ധ സിംഹാസനത്തിന് പരമാധികാരമാണ് പറയുന്നത്. ഞങ്ങളുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഞങ്ങള് ആഗമന സുറിയാനി സഭയുടെ ഒരു പ്രത്യേക ഭദ്രാസനമായിട്ട് നിലനിൽക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ അന്ത്യോക്യ പാത്രികീസിന്റെ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്കും ഞങ്ങളുടെ സമുദായ മെത്രാപ്പൊലീത്തയ്ക്ക് ഒരു വോട്ടുണ്ട്. അപ്പൊ ഞങ്ങളുടെ എല്ലാം ഈ കോൺസ്റ്റിറ്റ്യൂഷൻ പിതാക്കന്മാരുണ്ടാക്കിയ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഇത് 52 മുതൽ വളരെ ഇതായിട്ട് നിൽക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷനാണ്. അതുകൊണ്ടാണ് സുപ്രീം കോടതി ഞങ്ങൾക്ക് പ്രത്യേകമായ ഒരു കാശ്മീർ സ്റ്റാറ്റസ് ഞങ്ങൾക്ക് സുപ്രീം കോടതിയിൽ 95-ലെ വിധിയിൽ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് ഞങ്ങളുടെ 34 ഭരണഘടന ഉണ്ടെങ്കിലും ഞങ്ങൾ അവരുടെ അവിഭാജ്യ ഘടകമാണെങ്കിലും ഞങ്ങളുടെ ഭരണഘടന പ്രകാരം ജ്ഞാനായക്കാർക്ക് അവരുടെ ഭരണഘടന പ്രകാരം ഭരിക്കപ്പെടാം എന്ന സുപ്രീം കോടതി ഒരു സ്പെഷ്യൽ സ്റ്റാറ്റസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ അതനുസരിച്ചാണ് ഈ ഭരണഘടന പോകുന്നത്. അപ്പൊ അതിന്റെ അടിസ്ഥാനമായ ചില കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് ഇതിന്റെ പ്രഖ്യാപനത്തിലെ മേലധികാരമാണ്. അതവർ തിരുത്തി ആത്മീയ അധികാരമാക്കി ആ ക്ലോസ് തിരുത്തി അവതരിപ്പിച്ചു. 2, ഇതിലെ പള്ളി ഇടവ എന്ന് പറയുന്നതിൽ വളരെ സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട്. ഈ സ്ഥാപനോദ്ദേശത്തിൽ പള്ളിയിടവയ്ക്കകത്ത് പറയുന്നത് വളരെ വ്യക്തമായിട്ട് പറയുന്നത്, സഭയുടെ പരമാധികാരം വഹിക്കുന്ന അന്ത്യോക്യയുടെയും കിഴക്കൊക്കെയുടെയും ശ്രീഹായിക്കെടുത്ത വിശുദ്ധ സിംഹാസനത്തിന്മേൽ അതത് കാലം വാഴുന്ന പാത്രികസ്യന്മാരുടെയും ജ്ഞാനായ അസോസിയേഷനാൽ തെരഞ്ഞെടുക്കപ്പെട്ട്, ഇനി ശ്രദ്ധിക്കേണ്ട, ആ സിംഹാസനത്തിൽ നിന്ന് അപ്പളപ്പോൾ വാഴിച്ചയക്കുന്ന മെത്രാപ്പൊലീത്തായുടെ മേലധികാരത്തിന് കീഴ്പ്പെട്ട് വന്നിട്ടുള്ളതുമാകുന്നു. അപ്പൊ ഇവിടെ ഈ ഭരണഘടന, ഞങ്ങളുടെ ഭരണഘടനയിൽ കൃത്യമായി പറയുന്ന ഒരു കാര്യം, ജ്ഞാനായ അസോസിയേഷന് മെത്രാൻ സ്ഥാനാർത്ഥികളെ തെരഞ്ഞെടുക്കാം. പക്ഷെ ആ തെരഞ്ഞെടുപ്പ് അങ്ങനെ നടന്നാൽ ആ തെരഞ്ഞെടുപ്പ് പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനം അംഗീകരിക്കണം. അത് കഴിഞ്ഞ് അദ്ദേഹം തന്നെ മെത്രാപ്പൊലീത്തന്മാരെ വാഴിക്കണം. അതിനുശേഷം അദ്ദേഹം നിയമിക്കണം. ഒരു മെത്രാപ്പൊലീത്ത പട്ടമേറ്റാൽ ജ്ഞാനായ സമുദായത്തിന് മെത്രാപ്പൊലീത്ത ആകത്തില്ല. അദ്ദേഹത്തെ പരിശുദ്ധ പാത്രികീസ് നിയമിക്കണം എന്ന് ഈ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് പറയുന്നത് വളരെ സ്പെസിഫിക് ആയിട്ട്. ഇപ്പൊ ഇവിടെ ഈ പറയുന്ന ഇതിനകത്ത് പറയുന്ന ഈ പരമാധികാരവും അവിടുന്ന് വാഴിക്കണം എന്ന ആ നിബന്ധനയും അവർ മാറ്റി ജ്ഞാനായ അസോസിയേഷനാൽ തെരഞ്ഞെടുക്കപ്പെട്ട് വാഴിക്കപ്പെടുന്നെന്ന് ഉള്ള ഒരു ഗണ്യാണ് അതിനകത്ത് ഈ 2ാമത്തെ ക്ലോസ് എടുത്ത് ചേർത്ത ഏറ്റവും വലിയ അപകടകരമായ കാര്യം. അതനുസരിച്ച് ജ്ഞാനായ അസോസിയേഷൻ ഒരാളെ തെരഞ്ഞെടുത്ത് ആർക്ക് വേണേലും വാഴിക്കാം. ഇതിന്റെ അതുപോലെ തന്നെ മെത്രാപ്പൊലീത്ത ആണ് വൈദികരുടെ ട്രാൻസ്ഫർ അതുപോലുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത്. അത് എപ്പിസ്കോപ്പൽ സഭകളിൽ മെത്രാപ്പൊലീത്തയുടെ ഉത്തരവാദിത്തമാണ് വൈദികരുടെ മേൽനോട്ടം എന്ന് പറഞ്ഞാൽ മെത്രാപ്പൊലീത്തായിക്കോളും. അദ്ദേഹമാണ് അവരെ നിയമിക്കുന്നതും ശിക്ഷിക്കുന്നതും ഒക്കെ. വളരെ വിചിത്രമായിട്ട് കൊണ്ടുവന്നൊരു ഭേദഗതി, ജ്ഞാനായ കമ്മിറ്റിയുടെ നിശ്ചയപ്രകാരമേ മെത്രാപ്പൊലീത്തായിക്ക് ചെയ്യാൻ ഒക്കുള്ളൂ എന്ന് അവർ തീരുമാനിച്ചു. അത് എപ്പിസ്കോപ്പസിയുടെ ഒരു വലിയ ലംഘനമാണ്. അപ്പൊ ഇങ്ങനെയുള്ള 3-4 കാര്യങ്ങൾ ഈ 21-ാം തീയതി കൂടുന്ന ഇതിലുണ്ടായപ്പോ പരിശുദ്ധ സിംഹാസനത്തിലേക്ക് ഇവിടുന്ന് പോയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പരിശുദ്ധ സിംഹാസനം ഇദ്ദേഹത്തെ അഭിനയ സേവറിസ്റ്റ് തിരുമേനിക്ക് സമുദായ മെത്രാപ്പൊലീത്തായ്ക്ക് ഡയറക്ഷൻ കൊടുത്തു. ഇത് സഭയുടെ ഫണ്ടമെന്റലിസത്തിനെ തകർക്കുന്നതാണ്, എപ്പിസ്കോപ്പസിയെ തകർക്കുന്നതാണ്. അതുകൊണ്ട് നീ അനുവാദം കൊടുത്ത, അതായത് സ്പെഷ്യൽ യോഗം കൂടാൻ നീ അനുവാദം കൊടുത്ത് അനുവാദം ക്യാൻസൽ ചെയ്ത് നീ ആ യോഗം ക്യാൻസൽ ചെയ്യണം എന്ന് പറഞ്ഞ് നിർദ്ദേശം കൊടുത്തു. അതിനുശേഷം ബാബ 2ാമതൊരു അൾട്ടിമേറ്റ് കൊടുത്തു. 14-ാം തീയതിക്ക് മുമ്പ് ഇത് ക്യാൻസൽ ചെയ്ത് അത് ഏതെങ്കിലും മീഡിയയിൽ കൊടുത്തിട്ട് നീ എന്നെ അറിയിക്കണമെന്ന് പറഞ്ഞു. നിർഭാഗ്യവശാൽ 14-ാം തീയതി അദ്ദേഹം അത് ചെയ്തില്ലെന്ന്, ഇവർക്ക് ഡയറക്ഷൻ കൊടുത്തില്ലെന്ന് മാത്രമല്ല, പത്രത്തിൽ കൊടുത്ത മംഗളത്തിൽ വന്നൊരു വാർത്ത അദ്ദേഹം ഇതിനോട് വിയോജിച്ചു എന്നാണ്. ക്യാൻസൽ ചെയ്യാൻ പറഞ്ഞൊന്നുമില്ല, വിയോജിച്ചു എന്നാണ്. ബാബ അതനുസരിച്ച് അദ്ദേഹത്തിന് ഷോക്കോസ് കൊടുത്തു. പിന്നീട് ബാബ കഴിഞ്ഞ ദിവസം പറഞ്ഞു വീഡിയോ കോൺഫറൻസിലൂടെ, ഒന്നിനിവിടെ വന്ന് എന്നെ കാണാം, ബുദ്ധിമുട്ടാണെങ്കിൽ വീഡിയോ കോൺഫറൻസിലൂടെ സംസാരിക്കണം എന്ന് പറഞ്ഞ് വീഡിയോ കോൺഫറൻസിലൂടെ ബാബ ദീർഘനേരം മെത്രാച്ചനുമായി ഓരോ കാര്യത്തെ സംബന്ധിച്ചും ചർച്ച ചെയ്തു. ആ ചർച്ച ചെയ്തെങ്കിലും
പല കാര്യങ്ങളിലും അദ്ദേഹം ഈൽഡ് ചെയ്യാതിരുന്നതുകൊണ്ടും ബാബയുടെ നിർദ്ദേശങ്ങളെ ലംഘിച്ചതുകൊണ്ടും സഭയുടെ അടിസ്ഥാനപരമായ തത്വങ്ങളെ തിരുത്തുന്നതിനാവശ്യമായ അനുവാദം നൽകിയതുകൊണ്ടും അദ്ദേഹത്തിന്റെ പേരിൽ ഇന്ന് രാവിലെ പരിശുദ്ധ സിംഹാസനം ഒരു സസ്പെൻഷൻ ഓർഡർ പുറപ്പെടുവിച്ചു. അതിന്റെ കോപ്പിയാണ് നിങ്ങളുടെ കയ്യിലുള്ളത്. അതാണ് ഇന്ന് പ്രത്യേകമായിട്ട് നമുക്ക് അല്ല 2020 ഞാൻ പറഞ്ഞു 2020 അദ്ദേഹത്തിന്റെ ഈ എന്താ പറയാ അനുസരണക്കേട് അല്ലേ അത് ബാവ സിംഹാസനം അദ്ദേഹത്തിന് കൊടുത്ത ഡെക്കറേഷനാണ് വലിയ മെത്രാപ്പോലീത്ത സ്ഥാനവും ആർച്ച് ബിഷപ്പ് സ്ഥാനവും. അത് 2020 അദ്ദേഹത്തിന്റെ അനുസരണക്കേടിന് പകരമായിട്ട് ബാവ അത് എടുത്തു. പിന്നീട് കുറെ എന്താ പറയാ കുറെ കാര്യങ്ങൾ ഇവിടെ നടന്ന അസോസിയേഷൻ അപ്പൊ അല്ല അധികാരത്തെ സംബന്ധിച്ചുള്ള തർക്കമല്ല. അധികാരത്തെ സംബന്ധിച്ചുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് ശരിയാണ്. അത് നമ്മൾ നിഷേധിച്ചിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞല്ലോ ഒരാളുള്ളപ്പോൾ ഒരു ഭരണഘടന അവിടെ 4 പേരായപ്പോൾ മറ്റവർ തമ്മിലുള്ള എന്താണ് അവരുടെ ഡ്യൂട്ടീസ് ഉത്തരവാദിത്തങ്ങൾ പിന്നെ ഇതിനകത്ത് നിർവഹിച്ചിട്ടില്ല. അത് നിർവഹിക്കാൻ വേണ്ടി 2013 നമ്മളൊരു ഭരണഘടന ഭേദഗതി കൊണ്ടുവന്നു. അന്ന് ഞാൻ സെക്രട്ടറി ആയിരുന്നപ്പോൾ കൊണ്ടുവന്നു. 3 വർഷത്തെ ശ്രമത്തിന്റെ ഫലമായിട്ട് ഈ ഭരണഘടന പാസ്സാക്കി അതിനകത്ത് ഇവരുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് സമുദായ മെത്രാപ്പോലീത്തയുടെ അതുപോലെ തന്നെ ഇവരുടെ ഒക്കെ നിർവഹിച്ചു. ഇത് 1 വർഷം നടപ്പിലാക്കിയതാണ്. പക്ഷെ നിർഭാഗ്യവശാൽ ഒരു അല്ല സമുദായ മെത്രാപ്പോലീത്ത എന്നുള്ള നിലയ്ക്ക് സൈവരൂസ് തിരുമേനിക്ക് ഒരു സ്ഥാനമുണ്ടല്ലോ. അദ്ദേഹമാണ് സമുദായ മെത്രാപ്പോലീത്ത, ഹെഡ് ഓഫ് ദ ചർച്ച്. അപ്പം അദ്ദേഹം ഇവരെ റീജിയണൽ ബിഷപ്സ് ആണ് ഓരോ റീജിയൻ. അപ്പൊ ആ ഓരോ റീജിയണിൽ ഇവരെന്ത് ചെയ്യണം? ഈ വൈദികരുടെ ട്രാൻസ്ഫർ സംബന്ധിച്ചുള്ള ഒരു അവസാനത്തെ ഉത്തരവ് അല്ല വലിയ മെത്രാപ്പോലീത്ത നമ്മുടെ ഈ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് പറയുന്നത് 3 വർഷത്തിലൊരിക്കൽ എല്ലാ വൈദികരും വലിയ മെത്രാപ്പോലീത്തയുടെ ഇതിൽ വരും. വലിയ മെത്രാപ്പോലീത്ത ഓരോ മേഖലയ്ക്കും ആവശ്യമായ വൈദികർ എത്രയാന്ന് വെച്ചാൽ അത് തീരുമാനിക്കാനുള്ള റൈറ്റ് വലിയ മെത്രാപ്പോലീത്തയ്ക്ക്. ഇപ്പൊ കല്ലിശ്ശേരി ആരൊക്കെ പോകണം, അല്ല റാന്നിയിൽ ആരൊക്കെ പോകണം, അത് തീരുമാനിക്കാനുള്ള അദ്ദേഹത്തിന്റെ റൈറ്റാണ്. അങ്ങനെ ലഭിക്കുന്ന എന്ന് പറഞ്ഞു അങ്ങനെ ലഭിക്കുന്ന അച്ഛന്മാരെ ഇപ്പം റാന്നി മേഖലയ്ക്ക് ഒരു 25 അച്ഛന്മാരെ ലഭിച്ചാൽ ആ 25 അച്ഛന്മാരെ ഏതൊക്കെ പള്ളിയിൽ പോകണമെന്നുള്ളത് ആ മേഖലയിലെ മെത്രാപ്പോലീത്ത തീരുമാനിക്കും. അതാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ചോദിക്കാനുള്ളത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോ ഒരു പ്രായപരിധി നിശ്ചയിക്കാൻ തീരുമാനിക്കുന്നു അസോസിയേഷൻ. അപ്പോൾ 75 വയസ്സ് എന്ന ഒരു പരിധി നിശ്ചയിക്കുമ്പോൾ നിങ്ങളുടെയൊക്കെ സ്ഥാനം നഷ്ടപ്പെടുമെന്നുള്ള ഒരു ഭയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ പുതിയ സംഭവ വികാസം. ഭയത്തിന്റെ കാരണമില്ല. അതിന്റെ കാരണം തിരുവേനി ആയിരുന്ന സമയത്തും സുറിയാനി സഭയുടെ പാരമ്പര്യവും കാനോനകളും അനുസരിച്ച് അവിടുത്തെ മെത്രാപ്പോലിത്തന്മാർക്ക് റിട്ടയർമെന്റ് ഇല്ല. മാർപ്പാപ്പായ്ക്കും പാത്രികീസ് ബാവായ്ക്കും അതുപോലെ തന്നെ മെത്രാപ്പോലിത്തന്മാർക്ക് ആർക്കും റിട്ടയർമെന്റ് ഇല്ല. എന്നാൽ PM തിരുവേനിയുടെ കാലത്ത് 52 വർഷം ദീർഘമായ വർഷം അദ്ദേഹം ഉണ്ടായിരുന്നു. അപ്പം ആ ഒരു 2-3 തലമുറ അദ്ദേഹത്തെയാണ് കണ്ടുകൊണ്ടിരുന്നത്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ കാലശേഷമാണ് 2003 ഭരണഘടന ഭേദഗതി ഉണ്ടായത്. അപ്പൊ അതുകൊണ്ട് അന്നത്തെ ഭരണ സംവിധാനത്തിൽ നിശ്ചയിച്ചു 75 വയസ്സാകുമ്പോൾ എല്ലാ മെത്രാച്ചന്മാരും, അന്ന് ഒരു മെത്രാനേ ഉള്ളൂ, അത് ഓർക്കണം, പിന്നീടാണ് 3 പേരോട് ഉണ്ടായത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ ദീർഘകാലം എന്നുള്ള സേവനം ഒഴിവാക്കി ഇവർക്ക് ഒരു 75 വയസ്സിന്റെ പരിധി വെച്ചു. അത് എല്ലാ മെത്രാന്മാർക്കും. പിന്നീട് സമുദായ മെത്രാപ്പോലീത്ത ഉണ്ടായി. അതിനുശേഷമുള്ള 3 മേഖലാ മെത്രാപ്പോലീത്തന്മാർക്കും ഈ 75 വയസ്സ് ബാധകമാണ്. എന്നാൽ ഇപ്പോൾ ഇവർ ചെയ്തിരിക്കുന്നത് മേഖലാ മെത്രാപ്പോലീത്തന്മാർ 75 റിട്ടയർ ചെയ്യണമെന്നും സമുദായ മെത്രാപ്പോലീത്തയ്ക്ക് ആയുസ് റിട്ടയർമെന്റ് ഇല്ല. ആ രീതിയിലുള്ള വിവേചനപരമായ ഒരു ഭേദഗതിയാണ് ഈ 2024 മെയ് മാസം 21-ാം തീയതി കൊണ്ടുവരുന്നത്. എന്ന് പറഞ്ഞാൽ സഹായ മെത്രാന്മാരെ 75-ൽ ഓട്ടോമാറ്റിക്കായിട്ട് റിട്ടയർ ചെയ്യണം, സമുദായ മെത്രാപ്പോലീത്തയ്ക്ക് റിട്ടയർ